ഹലോ വെൽക്കം ടു അനദർ മെമ്മറി ഓഫ് UAE ആൻഡ് ഇന്നത്തെ പ്ലാനസ് അൽസീഫ് ദുബായ് ആൻഡ് നമ്മൾ പോകുന്ന വഴിക്ക് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ കണ്ടു. ആ കാണുന്നതാണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. ആക്ച്വലി പകലൊരു ദിവസം പോയിരുന്നു, പക്ഷേ രാത്രി കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അല്ലെങ്കിലും ആ ഒരു സ്ട്രക്ചറും ഒക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ രാത്രി ഇങ്ങനെ കാണാനിങ്ങനെ ആ ഒരു അറബിക് എഴുതിയേക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്ഥലത്തെത്തി. ഫോട്ടോസിനും വീഡിയോസിനും ഒന്നും വലിയ വെട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും ഇറ്റ് വാസ് നൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻലി നമുക്ക് കുറേ നടക്കാനുണ്ട്. ആക്ച്വലി ആളുകൾ മെയിനായിട്ട് ബോട്ടിങ്ങിനൊക്കെ പോകുന്ന ഏരിയയാണ്. ആദ്യം നമ്മൾ അൽസീഫ് പോയി, അവിടെ നിന്ന് അബ്രയിൽ കയറിയിട്ട് അപ്പുറത്ത് ഗോൾഡ് സൂക്ക് ഡേറയുടെ അവിടെ പോയി അതിലേക്കൂടി കുറേ നടന്ന് അവിടെയാണ് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ ഉള്ളൊരു ഏരിയ. ആൻഡ് ഗോൾഡ് സൂക്ക്, നമ്മുടെ ഗോൾഡ് കൊണ്ടുള്ള കുറേ അധികം സാധനങ്ങളൊക്കെ, ഈവൻ ഡ്രസ്സൊക്കെ കാണാൻ പറ്റി. ആൻഡ് പോകുന്ന വഴിക്ക് ലോക്മ അവിടെ ഒരു ചേട്ടനിട്ടുണ്ടാക്കുന്ന കണ്ടു. അങ്ങനെ അവിടെ നിന്ന് അതും മേടിച്ച് കഴിച്ചു. അവിടെ പോയി കഴിഞ്ഞ് ട്രൈ ചെയ്തൊരു സാധനമാണ്, നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് അതിന് മുകളിൽ നമുക്ക് ഡേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചു തരും. അങ്ങനെ അത് കഴിച്ചു. നമ്മൾ പിന്നെ നടക്കുകയാണ്. ആക്ച്വലി ഇത് ഭയങ്കര ഓൾഡായിട്ടുള്ളൊരു സ്ഥലം പോലത്തെ ഏരിയ ആണ്. ഇവിടെയൊക്കെ ഭയങ്കര വിൻറ്റേജ് വൈബ്സ്. ഇവിടുത്തെ സ്റ്റാർബക്സും ഒക്കെ മറ്റേ മഡ് കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു സെറ്റപ്പാണ്, നല്ല രസമാണ്. പിന്നെ ഇത് കണ്ടില്ലേ, വഴി നീളെ ഇതുപോലെ ലൈറ്റ്സും ടോയ്സും സോനിയറൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമുക്ക് മേടിക്കാൻ വേണ്ടി. പിന്നെ സ്പൈസസ്, അങ്ങനെ പല പല സാധനങ്ങൾ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആക്ച്വലി. പിന്നെ നല്ല റേറ്റും ഒക്കെയാണെന്ന് തോന്നുന്നു, വലിയ റേറ്റ് കുറവൊന്നുമില്ല. അങ്ങനെ അൽസീഫ് ദുബായിൽ നിന്ന് നമ്മൾ അബ്രയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ആൻഡ് അബ്രയിൽ ആക്ച്വലി ഒരു 5 minutes ഒക്കെ ഇരിക്കേണ്ടി വന്നിട്ടുള്ളൂ. ആൻഡ് ഇതിലിരിക്കുന്നതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഇറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് ഈ ഒരു രാത്രി ഇതിൽ കയറി ഇങ്ങനെ പോകുമ്പോൾ ഒക്കെ ഉള്ള ആ ഒരു വൈബും ആ ഒരു മൂടൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. ഞാനിങ്ങനെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ അതിൽ ലയിച്ചിരുന്ന് വന്നപ്പോഴത്തേക്കും അടുത്ത ജംഗ്ഷൻ എത്തി, സ്ഥലം എത്തി ഇറങ്ങാനുള്ള. പക്ഷേ ഇറ്റ് വാസ് റിയലി നൈസ്. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ കയറി നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുന്നു. ആൻഡ് ഇവിടെ പിന്നെയും കുറേ നടക്കാനുണ്ട്. ഇതാണ് ഗോൾഡ് സൂക്കിൻ്റെയൊക്കെ ആ ഒരു ഏരിയ. ആൻഡ് ഓൾമോസ്റ്റ് കടകളൊക്കെ അടച്ചിരുന്നു. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ലേറ്റായിരുന്നു ആക്ച്വലി, ബട്ട് സ്റ്റിൽ കുറേയൊക്കെ കണ്ടു. എല്ലാവരും ക്ലോസ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു ടൈമായിരുന്നു. ചിലരൊക്കെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെയും ഭയങ്കരമായിട്ട് ലൈറ്റ്സും അവിടെ കണ്ട പോലെയൊക്കെ തന്നെ. പിന്നെ ഇഷ്ടം പോലെ സോനിയറൊക്കെ മറ്റേ ദുബായ് എന്നൊക്കെ എഴുതിയ കുറേ സാധനങ്ങളൊക്കെ. മൊത്തത്തിൽ കണ്ട നമ്മുടെ ഒരു മിഠായിത്തെരുവ് ഫോർട്ട് കൊച്ചി ഏരിയയിലൊക്കെ പോകുമ്പോൾ മറ്റേ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് കടകളൊക്കെ ഇല്ലേ, ആ ഒരു സെറ്റപ്പ്. ഇവിടെ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും ഗോൾഡ് കൊണ്ടുള്ള ഡ്രസ്സൊക്കെ കണ്ട് ഐ വാസ് ലിറ്ററലി അമേസ്ഡ്. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ ഷോപ്സിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഗോൾഡ് കൊണ്ട് ഡ്രസ്സ് പോലത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു റിങ്ങും കണ്ടു. സീ ഹൗ ഹ്യൂജ് ഇറ്റ് ഇസ് അല്ലേ, അത്രയും വലിയ റിങ്, അമേസിങ് തന്നെ. പിന്നെ ഇവിടെയും അതുപോലെ മറ്റേ കുറേ സ്പൈസസും സാധനങ്ങളൊക്കെ വിൽക്കാനുള്ളത്. പിന്നെ അതുപോലെ ഡ്രസ്സും ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ പലരുടെയും യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് ദുബായിൽ പോയ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ പറ്റിയ ഏരിയ ഈ ഒരു ഡേറ ഗോൾഡ് സൂക്ക് ഏരിയ ആണ്. പിന്നെ ഇവിടെ ഒരു വോളിൽ ഇതുപോലെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ച് കുറേ പിക്ചേഴ്സും ഇയേഴ്സും അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റും ആ ഒരു ഗ്രോത്തൊക്കെ കാണിച്ചിട്ട്
ഓവർ ദി ഇയേഴ്സ് വാട്ട് ഓൾ ചേഞ്ചസ് ഹാപ്പൻഡ് എന്നൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. ഹിസ്റ്ററി അറിയേണ്ടവർക്ക് അറിയാനൊക്കെ. അപ്പോൾ തിരിച്ച് നമ്മൾ ഈ കയറിയ പോലെ അടുത്ത അബ്രയിൽ കയറിയിട്ട് തിരിച്ചു വരികയാണ് നമ്മുടെ നമ്മൾ കയറിയ സ്ഥലത്തേക്ക്. ആൻഡ് സീ ദ വ്യൂ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നടന്നു വന്നപ്പോൾ ഇതേ ഒരു ബെസ്റ്റീസ് കഫേ എന്ന് പറയുന്ന ഈ ഒരു മിറർ കണ്ടു. അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. ആൻഡ് ഈ ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്ന എൻ്റെ ഫോണിൻ്റെ അകത്ത് രാത്രി ആകുമ്പോഴത്തേക്കും അങ്ങനെ വരും, ലൈക്ക് വെട്ടം വരുമ്പോഴത്തേക്കും എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് മേടിച്ച 2 സുവനീറാണ് ഇപ്പോൾ കാണിച്ചത്. ദുബായും ഒന്ന് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൻ്റെയും. പിന്നെ ഇങ്ങനത്തെ അലിക്കുലത്തെ സാധനങ്ങൾ കാണുമ്പോൾ എനിക്കിങ്ങനെ നോക്കിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇറ്റ് വാസ് ഫൺ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.